എത്താണ് ഈ പണി? ഈ പിന്നെ എത്തിയോ? ഞാൻ വിചാരിച്ചു ഈ ചക്കപ്പണിയും കഴിഞ്ഞ് പോയാൽ ഇപ്പോഴൊന്നും ഇങ്ങോട്ട് വരൂലെന്നാ ഞാൻ വിചാരിച്ച്. അന്നപ്പോൾ ഞാൻ എന്നെ കാണാതെ ഒളിച്ചും പാർത്തും നോക്കി ഞാൻ അങ്ങോട്ട് വരുന്നൊന്നും കാണുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് മാങ്ങ ഒടിച്ചിട്ടോന്ന് അച്ചാറിടാലോ. അങ്ങനെ നിങ്ങൾ ഒറ്റ കച്ചാറുണ്ട് കേട്ടോ, എനിക്ക് തരണം. എനിക്ക് തരുമൊക്കെ ചെയ്യാം. എനിക്കിത് ഞാൻ അച്ചാറിട്ട് വെച്ചാലും ചക്ക കൊണ്ട് വരട്ടി പിന്നെ ഇത് എന്താ ഇതുണ്ട് പിന്നെ വരട്ടി വെച്ചാലും ഒക്കെ അത് തീർന്നേരം ഈ ഇവിടുന്ന് പോകൂല. ഈ ഇങ്ങനെ വന്നുകൊണ്ട് പിന്നെ അച്ചാറ് തീർന്നേരം ഈ ഇവിടെ ശേഷം കുറച്ച് തരുമോ എന്ന് ചോദിച്ചു ഇങ്ങനെ. എനിക്കിതൊന്നും ഇല്ലായിട്ടല്ലേ ഞങ്ങളുടെ അടുത്തേക്ക് പിന്നെയും വരുന്നത്. ആവിന്റെ സുലോചനേച്ചി ഒരു മാങ്ങയും ചക്കിയല്ലേ. ചക്കക്കാരും മാങ്ങക്കാരും ഇപ്പം കഴിയൂ. ഈ ആയിട്ടാലൊന്നും എന്നോട് പറയൊന്നും വേണ്ട. പക്ഷേ ഒരു കാര്യം വിചാരിക്കണം, ഇതിപ്പം തിന്നാനുള്ളതല്ല. ഇതിപ്പം ഇങ്ങനെ അച്ചാറിട്ട് വെച്ചിട്ട് വേനലിൽ എടുക്കാനുള്ളതാ. അതിനാ ഞാൻ ഇത്ര കാര്യം ചെയ്തു ഇട്ടൊളിക്ക് ലേസം ഒരു കുപ്പിയിൽ മാറ്റിയിട്ട് തന്നാ മതി. ഞാൻ ചെയ്യുന്നത് ഇതൊക്കെ മുറിച്ചുണ്ടാക്കാൻ എന്തോരം പണിയുണ്ടെന്ന്. ഞാനും കൂടി തന്നാലോ? കൂടി കഴിഞ്ഞിട്ട് പിന്നെ പറയും ഞാനും കൂടി തന്നതല്ലോ, എനിക്ക് തരീന്ന്. ഇതേ കഷ്ണം തിന്നു നോക്കുന്നത് പഴുത്ത മാങ്ങ നല്ല രസം ഉണ്ടാവും. നേരത്തെ ചക്ക തിന്നില്ല, പള്ള അറിയട്ടെ മഴക്കാലത്ത് മതി. ചക്ക തന്നെ വയറ്റിലുണ്ട് നിങ്ങൾ തന്നെ. ഇപ്പൊ രണ്ടാമത് ഒളിച്ചും പാർത്തും വരുന്നത് ഞാൻ കണ്ടിട്ടുമില്ല. ഞാനത് കണ്ടില്ലേ. വെറുതെ അല്ല നിങ്ങൾ എന്നോട് ചോദിച്ചു ഈ പോണില്ലേ ഈ പണിയെടുക്കാനാലേ. അത് ശരി. അത് ഞാൻ വിചാരിച്ച എന്താന്നറിയോ, പോണില്ലേ ചോദിച്ച പോയി കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇവിടെ കുറെ പണിയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല എന്നോട്. പക്ഷെ ഞാൻ ഇങ്ങനത്തെ ഓരോ പണി മഴക്കാലത്ത് ഇത് ചെയ്ത് വെച്ചാലോട് വേനലിൽ എടുക്കാൻ വേണ്ടിയിട്ട് എനക്കിത് ഞാനിപ്പം ഉണ്ടാക്കി വെക്കുമ്പോഴത്തേക്ക് എനിക്കിത് ഇപ്പം തന്നെ തിന്ന് തീർക്കണം. വേനലിന് ചെയ്താലേ മഴക്കാലത്ത് നിങ്ങൾക്ക് എടുക്കാൻ കഴിയുള്ളൂ. അല്ല ഇതിപ്പോ മഴക്കാലത്ത് കഴിച്ച വേനലിൽ ഇപ്പൊ എടുക്ക. അങ്ങനെ ഉണ്ട്. അത് എനിക്കറിയില്ല. ഇത്രയൊക്കെ മാങ്ങ നിങ്ങൾ വീട്ടിൽ മാങ്ങണ്ടില്ലേ? അത് പറയണ്ട, മാങ്ങ കിട്ടിയതൊന്നും. എനിക്ക് 4-5 മാവുണ്ട്, ഒറ്റ മാങ്ങ ഉണ്ടായില്ല. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാം, അടുത്ത വീട്ടിലോളിനോട് എന്നും പറയും മാങ്ങ കുടിക്കാൻ വരുമോ. ഞാൻ ഒരു ദിവസം അടിച്ചെന്ന് ഓളെ കാണുന്നില്ല. ഞാനെന്ത് ചെയ്ത് തോട്ടിയെടുത്തിട്ട് ഞാൻ മാങ്ങ കുറേയായിട്ട് പറിച്ച് ഓള് വന്നിട്ടൊന്നുമില്ല. ഞാൻ പിന്നെ പകുതി ഇങ്ങോട്ടായപ്പോ ഒരു ഓട്ടോറിക്ഷ നിർത്തി. ഞാൻ ആരാ നോക്കി ഓളെ മുന്നിൽ ഞാൻ മാങ്ങയൊക്കെ പിടിച്ച് ഇങ്ങനെ ഞാൻ വെച്ചിക്കുന്നു. നല്ല കള്ളത്തിയെ എന്റെ മാങ്ങ കുറച്ചുകൊണ്ടുപോകുകയാണോന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞേ അവിടെ മാങ്ങയ്ക്ക് കറി ഇടാൻ വേണ്ടി ഒരു മാങ്ങയ്ക്ക് വന്നതേനെ. അപ്പോൾ ഒന്ന് ഒടിച്ചപ്പോൾ ഒരു 5-6 ഒന്നായിട്ടാണ് വീണോട്ട്. ഇതിപ്പോൾ 6 ഉള്ളൂ എന്ന് ചോദിച്ചോള്. അല്ല 6 വീണപ്പോൾ ഞാൻ വിചാരിച്ച് പിന്നെ അതിന് പെറുക്കി ഉണ്ടാക്കുമ്പോഴത്തേക്ക് നേരം കൊല ഒന്നും കൂടി കൊണ്ട് ഒടിക്കട്ടെ, ഒരു കൊലയോള് വരൂലല്ലോ എന്ന് വിചാരിച്ചു. ഒരു കൊല ഒടിച്ചപ്പോൾ 10-15 സാധനാണ് നിങ്ങൾ ആ കളി പോയി തന്നെയാണല്ലോ നിങ്ങളുടെ ഉള്ളിലെ ഒടിച്ചുള്ളൂ. നിങ്ങൾ ഏതായാലും പിന്നെ നമ്മളെ സുകുമാരിന്റെ ഭാര്യ കേട്ടോ നിങ്ങളെ വർത്താനോ. നമ്മളെ സിനിമാ നടിയില്ലേ മരിച്ചോയെ പോലെ പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നേ. ഇത് ഇടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എന്തേത്തപ്പ ഞാനേ പിന്നെ ഒരു മാങ്ങാന്റെ മണം കേട്ടിന്റെ വേറെ വേക്കിൽക്ക്. അയ്യോ, അപ്പൊ ഞാൻ ഓടി വന്ന് നോക്കിയതാണ്. അങ്ങനെ അരിഞ്ഞ് തീർന്നില്ലെങ്കിൽ ഇത് എനിക്ക് എണ്ണൂലിയമ്മ അരിഞ്ഞിട്ട് തന്നത്. എന്നെ പോലെയല്ല, ഇത് തിന്നാൻ തന്നെയോ പഠിച്ചുള്ളൂ. അങ്ങോട്ട് നോക്ക്. അപ്പൊ ലേസം കൂടി ഇങ്ങോട്ട് വാങ്ങി പോവാൻ എനിക്ക് ഒരു ചമ്മന്തി അരക്കാൻ. എണ്ണൂലിയമ്മ അരിഞ്ഞ ലേശം വലിപ്പത്തിലായി പോയി തോന്നുന്നു. അച്ചാറിടാൻ പറ്റുമോ? ഞാൻ അരിഞ്ഞ നല്ല നിങ്ങൾ അരിയുമ്പോൾ ഒന്നും ആർക്കും മോഡലാക്കിയൊന്നും അരിയാൻ കഴിയൂല. നിങ്ങൾ മറ്റേ സുകുമാരിയമ്മന്റെ മാതിരി. ഏത് സുകുമാരിയമ്മേന്റെ? എന്റെ ഭാര്യയോ? അതല്ല, അതൊന്നും എനിക്ക് പറയല്ലേ. അതല്ലേ ഇവിടെ സിനിമാ നടി സുകുമാരിയമ്മല്ലേ, അതിന്റെ മാതിരി തോന്നും ചിലപ്പോ. എല്ലാവരും എന്നോട് പറയണ്ട കേട്ടോ, ഈ സുന്ദരിയാണ്, ഈ സിനിമാ നടി സുകുമാരിയമ്മേന്റെ മാതിരിയാണ്. അതേമാതിരിയുള്ള കളിയൊക്കെ അങ്ങക്ക്. അപ്പം ഞങ്ങൾക്കൊന്ന് ഒരു വേക്കൻസി ഇട്ടാൽ ശരിക്കും സുമാരിയമ്മൻ അഭിനയിക്കാൻ പോട്ടെ. ഇനി പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിട്ട് അഭിനയിച്ചല്ലേ. ഇനിയിപ്പോ നല്ല വേഷം സുകുമാരിയമ്മേന്റെ വേഷം ആരും തരികയാണെന്ന് വെച്ചാൽ തരട്ടെ, അതിൽ അഭിനയിക്കാൻ പോവുകയും ചെയ്യാലോ കേട്ടോ. നമുക്ക് എന്നിട്ട് യൂട്യൂബിലൊക്കെ ഇടണം നിങ്ങൾ അച്ചാറുണ്ടെന്ന്. ഞങ്ങൾക്ക് നല്ല സെയിലേക്ക് ഓരോരോ കുപ്പി വാങ്ങി എന്നോട് പോയിട്ട് അതിനോ എനിക്കിത് കഴിയുള്ളൂ, എനിക്കിത് വിറ്റ് ഞാനിതൊക്കെ പഞ്ചായത്തിൽ പോയിട്ട് ഇതിൻ്റെയൊക്കെ
ലൈസൻസ് എടുത്തതാ. അതുകൊണ്ടല്ലേ സൂ നിങ്ങളോട് ഞാൻ അച്ചാർ വേണമെന്ന് പറയണേ. ആയിക്കോട്ടെ, ഏതായാലും നിങ്ങൾ ഏതായാലും സുബൈദല്ലേ മാങ്ങ കട്ടു ഏതായാലും ഒരു കുപ്പി അച്ചാർ. മാങ്ങ കട്ട ആരോടും പറയല്ലേ ഈ ആ മാങ്ങ ഞാൻ അവിടെ ഒടുക്കി നേരം മറ്റോട് ഡോള് വന്ന് ഞാൻ അവിടെ വന്ന് ഓട്ടോറിക്ഷയിൽ ഇറങ്ങിയാലോ ഞാൻ ആകെ എന്തായിപ്പോയിന്നാ. അങ്ങനെ വേണം നിങ്ങൾക്ക്. അയ്യോ അത് പറ്റുപോലെ ഞാൻ എന്നിട്ട് ഓളോട് പറഞ്ഞ ഒന്ന് ഒടിച്ച പഞ്ചാറണം വീണെന്നാ ഞാൻ ഓളോട് പറഞ്ഞത്. ഏതായാലും വേണ്ടി ഓളിനോട് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഓക്ക് ലേശം അച്ചാർ കൊടുക്കണം എന്തായാലും. അപ്പം പിന്നെ ഓക്ക് നല്ല ഇതായിരിക്കൂലേ. അങ്ങനെയൊക്കെ അയക്കൂ. പക്ഷെ എന്നാലും ഉള്ളിലൊരു ഇതുണ്ടാവുമല്ലോ, ഞാൻ കട്ടുണ്ടോന്നോ എന്നുള്ളൊരു പേടി ഉണ്ടാവും. എനിക്ക് സമാധാനം കിട്ടുന്നില്ല ഏതായാലും. ആ മുരിങ്ങേൻ്റെ ഇല ഇരുന്നിട്ടേ. അയ്യോ അപ്പയ്ക്ക് ഇത് അതും കണ്ടോ? ഇത് ഞാനേ അപ്പത്തെ മണീൻ്റെ പീടിയെ പോയപ്പോൾ ആടെ വേലിക്കൊള്ളിൽ കണ്ട് കുറച്ചും ഇങ്ങോട്ട് പറിച്ചുണ്ടോ നിൽക്കുക. ഈ നാടൻ ഭക്ഷണമാണ് എൻ്റെ ഈ രഹസ്യം കാണുന്നത്. നിങ്ങളെ മുടിയും കൂടി ഒരയ പോലും നരച്ചില്ല. ഇലകൾ തിന്നാ മുടി നരക്കില്ല, ഞാൻ മരിക്കുന്നവരെ നരക്കരുത് എന്നാ ഞാൻ വിചാരിച്ചതേ. 2 എണ്ണയ്ക്ക് കൊണ്ടുപോയി 2 കഷ്ണം മാങ്ങയും തരത് ഒന്ന് കറി വെച്ചോന്നാ കൊണ്ടുപോയിക്കൂടേണ്ടി. കൊടുത്തതോ നമുക്ക് ഉണ്ടാവുള്ളൂ. ഞാൻ മത്സ്യമാംസങ്ങൾ കഴിക്കാറില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ നോക്കിയാ കഴിക്കല്. അതുകൊണ്ട് ഇമ്പൾക്ക് കൊടുത്തത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എന്ത് ചോദിച്ചോ ഞാൻ തരുന്നത്. അച്ചാറോ നമുക്ക് ഞാൻ തരും. നിങ്ങൾ ആട്ടോടി നിങ്ങൾക്ക് തന്നെ എത്തിയല്ലേ ഉള്ളൂ. ഞാൻ തന്നെ എടുത്തോളാം. നിങ്ങൾ അതുപോലെ തോരൻ വെച്ചാൽ ഏറ്റവും തോണ്ടിക്ക് തന്നാ മതി. അതും ഇപ്പൊ ഞാൻ വെച്ചത് വേണം നമുക്ക്. എനിക്ക് അമ്മോ നീ മാങ്ങേന്റെ പണി എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ എന്തെല്ലാം പണി എടുക്കണം. 4 ചക്കക്കുരു തോരൊഴിച്ചോ? ചക്കക്കുരു ഞാൻ എടുത്തുണ്ടോ? ചക്കക്കുരു കൊണ്ടുവന്ന് കഴിഞ്ഞാല് നിങ്ങൾ പറഞ്ഞോ, ഞാൻ അടുപ്പ് എടുത്തോളാം. എടുക്കുവോ? അവിടുത്തെ ഉള്ളേ ശൈതത്താത്തയെ കുറച്ച് കൊടുത്ത് താത്ത പറയാ ചേച്ചീന് സാമ്പാർ കൊടുത്ത് കൂട്ടിയപ്പോൾ തന്നെ നല്ല രസമുണ്ട് കറിന്ന്. ഞാൻ പറഞ്ഞു ശൈതത്താത്ത ഇനിയും ഇതേമാതിരി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഞാൻ കൊണ്ടു തരുന്നുണ്ട് നിങ്ങൾക്ക്, നിങ്ങൾ തിന്നാൻ അയ്യോ കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ എനിക്ക് കുറച്ച് വേണം. ചക്കക്കുരിൻ്റെ അത് മാങ്ങ ഇടണം. അത് പറ്റൂല, കുറച്ചൊരു അല്ല തള്ളച്ചി അതിനൊരു തള്ളന്റെ ഒരു ആരോഗ്യം വെറുതെ അല്ലേ പച്ചരി മാങ്ങിയും ചക്കക്കൂരും തിന്നും കായുള്ള ഈ 10-15 വയസ്സായ എന്നെ കാട്ടിന്റെ ആരോഗ്യം തളക്കും കൊണ്ടുപോകാൻ വേണ്ടിട്ട് എന്തൊക്കെയായിപ്പോ ഇതൊക്കെ വൃത്തിയാക്കാനൊക്കെ അതിനൊക്കെ ഞാൻ വേണം. നിങ്ങൾ മാങ്ങ തോല് എത്തിയോ അതും ഇതൊക്കെ 2 കഷ്ണം മാങ്ങ ചോദിച്ചിട്ട് നിങ്ങൾ തന്നില്ലല്ലോ. എന്തെത്താ ചക്കക്കുരുന്റെ കറി വെക്കട്ടെ. ഞാൻ പോകാം.